ഞാൻ എൻ്റെ കുടുംബശ്രീ ഹോട്ടലിൽ ആദ്യമായിട്ട് ഉണ്ടാക്കി കൊടുത്തത് ഇഡലി സാമ്പാറും ആയതുകൊണ്ട് പെട്ടെന്നൊരു നാടൻ ഭക്ഷണം എന്ന് പറഞ്ഞപ്പോൾ എന്നെ ഞാനാക്കിയ ഈ ഭക്ഷണം മതിയെന്ന് ഞാൻ തീരുമാനിച്ചു. ജയപരാജയങ്ങളൊക്കെ രണ്ടാമത്തെ ഘടകമല്ലേ. മനസ്സിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം, എൻ്റെ ജീവിതത്തിൽ എനിക്ക് നേട്ടം ഉണ്ടാക്കി തന്ന ഭക്ഷണം. അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ഇതിന് കൊടുക്കുന്നത് 1-ാം സ്ഥാനം തന്നെയാണ്. ഇനിയിപ്പോൾ നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്ന പരിശുദ്ധം കറി മസാല കൂട്ടിന്റെ പാചക റാണിയെ തിരഞ്ഞെടുക്കുന്ന ആ അസുലഭ നിമിഷമാണ്. ആരായിരിക്കും ആ ഭാഗ്യവതി? 10 ലക്ഷം രൂപ സ്വന്തമാക്കുന്നത് ആരായിരിക്കും? കുടുംബശ്രീ ശാരദയോ അതോ സത്യഭാമയോ? ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്. അവരവർ തിരഞ്ഞെടുത്തുണ്ടാക്കിയ ഭക്ഷണങ്ങൾ അവരവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും കിട്ടിയ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് അന്തിമ വിജയം ആർക്കാണെന്ന് രേഖ മേഡം പ്രഖ്യാപിക്കുന്നത്. KPT ഗ്രൂപ്പിന്റെ ചെയർമാൻ സാബു വർഗീസ് സാറിന് എന്താണ് ഈ സന്തോഷ നിമിഷത്തിൽ പറയാനുള്ളത്? സർ പ്ലീസ്. രണ്ടുപേരും വളരെ ഉജ്ജ്വലമായ പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ആരാണ് വിജയി എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് KPT ഗ്രൂപ്പും.